ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ സനൽകുമാറുമായി ഒരഭിമുഖം. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, മൂന്ന് കാര്യങ്ങൾ എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നു? ഞാൻ കേരള പോലീസിൽ ഡിവൈഎസ്പി റാങ്കിൽ ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്. കലയിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ചെറുപ്പം മുതൽക്ക് പാട്ട് എഴുതാറുണ്ടായിരുന്നു. കവിതയല്ല, പാട്ട് എഴുതാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോളേജ് ലൈഫിലായപ്പോഴേക്കും പാടാറുണ്ടായിരുന്നു കോളേജ്. പിന്നെ കുറച്ചുകൂടെ മെച്യൂർഡ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പാട്ട് എഴുതുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്ത് ആ വരികൾക്കിടയിലൂടെ ഒരു സംഗീതം, ഒരു ട്യൂൺ ഞാൻ കണ്ടെത്തും. അപ്പോൾ പാട്ട് എഴുതുമ്പോൾ തന്നെ ആ ട്യൂൺ ഞാൻ ഹൃസ്വമാക്കിയിട്ട് ഒരു ടേപ്പ് റെക്കോർഡിൽ, സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യുന്ന പോലെ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് കമ്പോസ് ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. എഴുതുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആ ഏതെങ്കിലും ഒരു രാഗം ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ട്യൂൺ എനിക്ക് മനസ്സിൽ വരുന്നതിന് ഞാൻ നന്നായിട്ട് പഠിച്ച് അതിനെ ടേപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് ആണ് തയ്യാറാക്കുന്നത്. പ്രേമസാഗരത്തിൽ തുഴഞ്ഞു വന്നൊരു രാഗവി പഞ്ചികയ കാമിനിയെ കണ്ടു ശ്രീലാവതിയ അടുത്തിടെ താങ്കൾ പുറത്തിറക്കിയ സ്നേഹം എനിക്ക് സ്നേഹം എന്ന സംഗീത ആൽബത്തിൽ ഹരിഹരൻ, ജയചന്ദ്രൻ, അതുപോലെ തന്നെ സുജാത അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഗായകന്മാർ പാടുന്നുണ്ട്. ഇവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ആൽബം ചെയ്യാൻ താങ്കൾക്ക് സംഗീത രംഗത്ത് വളരെയധികം ബന്ധങ്ങളുണ്ടല്ലേ? അതായത് ഞാൻ 2001 ആദ്യമായിട്ട് ഒരു ആൽബം ചെയ്തത്. ആ ആൽബത്തിന്റെ പേര് മധുരമധുരം ഒരു സ്വപ്നമേനി. അതിൽ എം.ജി. ശ്രീകുമാർ, വേണുഗോപാൽ, സുജാത, എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ടെല്ലാം ഞാൻ ബന്ധപ്പെട്ടു. ആ ആൽബത്തിന് കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക്സിന്റെ അവാർഡ് കിട്ടുകയുണ്ടായി. അതെനിക്കൊരു പ്രചോദനമായി. വീണ്ടും പാട്ടെഴുതണം, സംഗീതം ചെയ്യണം, ആൽബംസ് ചെയ്യണം. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം, ഇതിന്റെ ഫിനാൻഷ്യൽ, അത് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ചെയ്യാം, ഒരു പ്രൊഡ്യൂസർ അതിന് തയ്യാറായി വന്നാൽ ചെയ്യാം എന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് തുളസി പൂമുഖത്ത് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വന്നു. അദ്ദേഹം ആണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ആൽബം ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ബാക്കിങ് തന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഡിവോഷണൽ ആൽബം ചെയ്തു. അതും വളരെ സക്സസ് ആയിരുന്നു. ഇപ്പോൾ മൂന്നാമത് സ്നേഹം എനിക്ക് സ്നേഹം. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. പോലെ പൊഴിയാൻ മടിക്കുന്ന മലരുപോലെ. ഞാൻ വിലമതിക്കുന്ന പാട്ടുകാരനാണ് ശ്രീ ഹരിഹരൻ. അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 2 പാട്ട് പാടാൻ സമ്മതിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു. എന്റെ സംഗീതത്തിൽ അദ്ദേഹം 2 പാട്ട് പാടി. പിന്നെ എം.ജി. ശ്രീകുമാർ തിരുവനന്തപുരത്ത് നിവാസിയാണ്, നേരത്തെ പരിചയമുള്ള ആളാണ്. ശ്രീകുമാർ ഒരു പാട്ട് പാടി. വേണുഗോപാലും ഞാനും ക്ലാസ്മേറ്റ്സ് അല്ല, കോളേജ് മേറ്റ്സ് ആണ്. അദ്ദേഹം 2 പാട്ട് പാടി. പിന്നെ സുജാതയെ പേഴ്സണലായിട്ട് അറിയാമായിരുന്നു. പിന്നെ എം. ജയചന്ദ്രൻ എന്ന മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം എന്റെ കോളേജിൽ പഠിച്ചിരുന്ന വ്യക്തിയാണ്. വ്യക്തിപരമായ അടുപ്പം കൊണ്ടാണ് എം. ജയചന്ദ്രൻ ഇതിൽ പാടാൻ വന്നത്. ആദ്യമായിട്ട് ആണ് എം. ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ മറ്റൊരാളുടെ സംഗീതത്തിൽ പാടുന്നത്. അങ്ങനെ വ്യക്തിബന്ധങ്ങൾ ആണ് എനിക്കിങ്ങനെ ഒരു ആൽബം
പുറത്തിറക്കാൻ എനിക്ക് സഹായിച്ചു. ഇതിലെ 2 ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാ ചാനൽസിലും വരുന്നുണ്ട്. ഹരിഹരൻ പാടിയ ഇണക്കിളി നീ പാടി, എം.ജി. ശ്രീകുമാർ പാടിയ പ്രേമസാഗരത്തിൽ, ഈ 2 പാട്ടാണ് വിഷുവിധിക്കുന്നത്. അതിലേതെങ്കിലും പ്രധാനപ്പെട്ട 1-2 വരികൾ? ഹരിഹരൻ സാർ പാടിയ പാട്ടിന്റെ 2 വരി പാടാം. ഇണക്കിളി നീ പാടി എന്നുൾ ഹൃദയം തേങ്ങി, ഇണക്കിളി നീ പാടി എന്നുൾ ഹൃദയം തേങ്ങി, അതിൽ ഏതോ രാഗം നീട്ടി, അതിൽ ഏതോ ശോകം കേണു, അതിൽ ഏതോ രാഗം നീട്ടി, അതിൽ ഏതോ ശോകം കേണു, എൻ രാഗതന്ത്രികൾ വീണ്ടും എന്നോടനം എന്നോടനം. അച്ചാലാദ്യുള്ള രസിക്കാന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. കൈരളി ഉപകരണം@gmail.com. ഏകാന്തരാവിലെ ഇരുളല കണ്ടു ഏതോ കിനാ